പ്രൈസ് ലോർഡ്. ഈ ഞാനിട്ടിരിക്കുന്ന ക്ലിപ്പിൻ്റെ ഹെഡിങ് മാത്രം വായിച്ചാൽ മതി, എന്നിട്ട് ഡിലീറ്റ് ചെയ്തോ. അവർ പറയുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. അവന്മാർ വേദപുസ്തകം വിശ്വസിക്കുന്നവരും പ്രവചനങ്ങളെ ശ്രദ്ധിക്കുന്നവരൊന്നും അല്ലല്ലോ. നമ്മൾ ദൈവവചനം വിശ്വസിക്കുന്നു, അതിനേക്കാൾ ഉപരി ദൈവവചനത്തിൻ്റെ പ്രാവചനിക ഭാഗങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയാണോ നമ്മൾ? അങ്ങനെ ആയിരിക്കണം. ഇസ്രയേൽ ഒറ്റപ്പെടുമെന്ന് ഞാൻ എത്രയോ നാളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതേ അത് നമ്മുടെ മുൻപിൽ എഴുതി വന്നിരിക്കുക. ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ അണിചേരുന്നു. കൂടെ ഗോഗ് ചേർന്ന് വരും റഷ്യ. ഈ അറബ് രാജ്യങ്ങൾ 56 രാജ്യങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എത്ര ആയിക്കോട്ടെ, 50 ഉണ്ട്. ഈ 50 കൂടി ചേർന്നടിച്ചാൽ ഇസ്രയേലോട് ജയിക്കാൻ പോകുന്നില്ല. എല്ലാത്തിനും പൊടിച്ചു കളയും. കാരണം ഇസ്രയേൽ അത്ര പവർഫുള്ളാണ്. എന്നാൽ റഷ്യ കൂട്ടുപിടിച്ചാണ് പാർസികൾ, ഇറാണല്ലോ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹീറോ. അപ്പോൾ ഗോഗിൻ്റെ നേതൃത്വത്തിൽ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഇസ്രയേലിനെതിരെ അണിനിരക്കും. അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത്. അത് നന്നായിട്ട് അറിയണമെങ്കിൽ യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായം നിങ്ങളെല്ലാവരും വായിച്ചു പഠിക്കണം. ഇസ്രയേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോൻ്റെ നേതൃത്വത്തിൽ അവരെ, ആ സൈന്യത്തെ ദൈവം കൂട്ടി വരുത്തും. ഈ റഷ്യക്ക് ഇതിൽ താല്പര്യമില്ലെങ്കിലും ചൂണ്ടൽ കൊളുത്തി ഇസ്രയേലിനെതിരെ വരുത്തുവന്ന ആ പ്രവാചക ശബ്ദം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഓ ദൈവമേ, ആ യെഹെസ്കേൽ എന്ന് പറഞ്ഞ സാധു പ്രവാചകൻ എഴുതി വെച്ച ആ പ്രാവചനിക സൂക്തം, സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ബൈബിളിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. ഓ മൈ ഗോഡ്. ഓരോ പ്രവചന നിവൃത്തി കാണുമ്പോഴും ഞാൻ പറയും ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. സാധാരണ യൂറോപ്യൻസിൻ്റെ ഒരു പദപ്രയോഗമാണ് ഓ മൈ ഗോഡ്. എർത്ത്ക്വേക്ക് ഉണ്ടാകുമ്പോൾ, വലിയ കാറ്റുണ്ടാകുമ്പോൾ, വലിയ വലിയ ക്രൈസിസ് ഉണ്ടായി വലിയ നഷ്ടങ്ങൾ രാജ്യത്ത് സംഭവിക്കുമ്പോൾ അവർ പറയുന്ന പദമാണ് ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അങ്ങനെ പറഞ്ഞ് ചാകാന്നല്ലാണ്ട് ഒരു ഗുണവുമില്ല. എന്നാൽ ബൈബിളിലേക്ക് തിരിഞ്ഞാൽ ഇതൊക്കെ പ്രാവചനിക നിവൃത്തിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, രോഗങ്ങൾ, യുദ്ധങ്ങൾ, ഇന്ന് കാണുന്ന പല ക്രൈസിസ്. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പഠിക്കേണ്ടത്. പ്രകൃതിക്ഷോഭം 1, 2 അക്രമങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ. UDFനെതിരെ LDF, LDFിനെതിരെ UDF, UDFനെതിരെ BJP. പിന്നെ ഈ മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ അവർ തല്ലുകയാണ്. തമ്മിൽ തല്ലുമ്പോൾ മുതലെടുക്കാനാണ് നമ്മുടെ ട്രംപ് അണ്ണൻ അവിടെ നിൽക്കുന്നത്. നിങ്ങൾ തല്ലണ്ട എന്ന് പറഞ്ഞ് നിന്ന് അവരെ ആശ്വസിപ്പിച്ചിട്ട് ആരെങ്കിലും ഒരുത്തിന് കുറേ സാധനം കൊടുത്തിട്ട് അവരെ തല്ലിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി. ഇതെല്ലാം ഡ്രാമകളാണ്, ഇതെല്ലാം ആക്റ്റാണ്. ഇതിലൊന്നും യാഥാർത്ഥ്യങ്ങളില്ല. ഇതെല്ലാം പ്രവചന നിവൃത്തിയാണ്. വയലൻസ്, അക്രമങ്ങൾ. 3 പകർച്ചവ്യാധികൾ. ഈ 3 കാര്യങ്ങൾ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭം, അക്രമം, പകർച്ചവ്യാധി. സ്വത്രം. മനസ്സിലായോ? ഇത് വർദ്ധിച്ചു വരും. ഇത് വചന നിവൃത്തിയാണ്. ഇസ്രയേലിനെതിരെ ദൈവം അയച്ച ശിക്ഷാവിധികളെക്കുറിച്ച് പ്രാവചനിക പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകും. വചനത്തിലേക്ക് തിരിയുമ്പോഴാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചക ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കുക. പ്രവചനം പുതിയ നിയമ സഭയ്ക്കും കൂടി വേണ്ടതാണ്. പ്രവചനങ്ങൾ നമ്മളത് വായിച്ച് പഠിക്കണം, നന്നായി വായിച്ച് ഗ്രഹിക്കണം. അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടത്തില്ല. യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ഈ പ്രവചന പുസ്തകങ്ങൾ നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ ഇസ്രയേൽ ജാതിക്കെതിരെ ദൈവം അയച്ച ശിക്ഷാവിധികളെക്കുറിച്ച് വേദപുസ്തകം നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാനത് അല്പം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുക. സ്വതന്ത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ഈ 3 പുസ്തകങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ
ഇസ്രായേലിനെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. ഞാൻ ആ വാക്യം നിങ്ങളെ എടുത്ത് കാണിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം നിങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിച്ചാൽ ഇസ്രായേൽ ജനത്തെ ദൈവം ന്യായം വിധിച്ച 4-5 കൂട്ടം കാര്യങ്ങൾ. അപ്പം എന്ന കോൽ ഒടിച്ചു കളയും, അതായത് ക്ഷാമത്തെ കാണിക്കുന്നു. ദുഷ്ടമൃഗങ്ങളെ അയക്കും, മഹാമാരി അയക്കും, വാൾ വരുത്തും, ചിതറിച്ചു കളയും. ദൈവം ആ ജനത്തിൻ്റെ മേൽ പ്രയോഗിച്ച വിഷയങ്ങളാണ്. ഇന്നും ഇത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. പ്രകൃതിക്ഷോഭം, അക്രമം, എവിടെ നോക്കിയാലും അക്രമം, ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോട്, ക്ഷാമം, ഭൂകമ്പം. കണ്ടോ, കർത്താവ് പറഞ്ഞാൽ കൃത്യമായിട്ടുണ്ടല്ലോ എല്ലാം. ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാവചനിക ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ മുതൽ മലാഖി വരെയുള്ള ഈ പ്രവചന പുസ്തകങ്ങൾ വായിച്ച് ഗ്രഹിക്കണം, പഠിക്കണം. സമയമെടുത്ത് നമ്മളത് വായിച്ച് പഠിക്കണം. വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകും. ലോകത്തിൻ്റെ ചുമരെടുത്ത് നമ്മൾ വായിക്കണം. എന്തൊക്കെ ലോകത്ത് നടക്കുന്നു, ഇത് വചന നിവൃത്തിയാണ്. ഈ കോവിഡ് വന്നല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, മഹാവ്യാധി. അതൊരു വചന നിവൃത്തിയാണ്. യുദ്ധങ്ങൾ വചന നിവൃത്തിയാണ്. പ്രകൃതിക്ഷോഭം വചന നിവൃത്തിയാണ്. അക്രമങ്ങൾ വചന നിവൃത്തിയാണ്. ഇത് നമ്മൾ കണ്ടിട്ട് കാണാതെ പൊട്ടന്മാരെ പോലെ പോകരുത്. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. കർത്താവ് പറഞ്ഞു, വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പോസ്തലന്മാരും കർത്താവും പഴയ നിയമ പ്രവാചകന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറയാത്തതും വചനം പറയാത്തതും ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. എല്ലാം പ്രവചന നിവൃത്തിയാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രവചന നിവൃത്തി കേട്ടോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. ഇതും ഒരു പ്രവചന നിവൃത്തിയാണ്. യേശു ക്രിസ്തു വരും, സഭയെ ചേർക്കും. നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ഇന്ന് ദൈവവചനമെടുത്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പാസ്റ്റർമാർ, നല്ലൊരു ശതമാനം. ഈ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും നല്ല ബിസിനസ്സാണ് ഈ വചനത്തെ കോട്ടിക്കളയുക, കൂട്ടുചേർക്കുക, മറിച്ച് കളയുക, അവരവർക്ക് തോന്നിയ പോലെ പ്രസംഗിക്കുക. അതല്ലേ നടക്കുന്നത്. കടം മാറ്റുന്നു, കഷ്ടത മാറ്റുന്നു എന്ന് പറഞ്ഞ് മുമ്പോട്ട് ഓടിച്ചു വരുത്തി ഊന്തിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിശാച് പോയെന്ന് പറയും. പിശാച് കയറുക ചെയ്യുന്നത്. ഇവിടെ മണ്ടന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. സഹോദരങ്ങളെ, ഇത് ചുമ്മാ പറയല്ല. ലോകത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊത്തുവീറിൻ്റെ മുമ്പിൽ പോയി നിന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ ശുശ്രൂഷ ദൈവികമാണെങ്കിൽ ഞാൻ വീഴണം. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചക്കക്കാലം വരുമ്പോൾ ചക്ക വീഴുന്ന കണ്ടിട്ടുണ്ടോ? പഴയ ചക്ക പൊത്തോ എന്ന്. അതുപോലെ വീണുകൊണ്ടിരിക്കുക ഓരോരുത്തർ. ഞാൻ വീണില്ല. ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ഇത് ഒരാത്മീക ശുശ്രൂഷയാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ വീണ് കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനെയും വീഴിക്കും. എൻ്റെ മുമ്പിൽ കിട്ടുന്ന ജനത്തെ മുഴുവൻ ഞാൻ വീഴിക്കും. കാരണം അത് ആത്മീയ ശുശ്രൂഷയല്ലേ, ചെയ്യണമല്ലോ. വീണില്ല. ഇത് പൈശാചികമാണ്, ഇത് ഈവിൾ സ്പിരിറ്റാണ്, ഇത് ദുരാത്മാവാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ അനുഭവസ്ഥനായതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇൻ്റർനാഷണൽ പ്രാസംഗികന്മാരായിട്ട് നമ്മുടെ ബാംഗ്ലൂരിലും കോട്ടയത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒന്ന് വേണ്ട, ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും കിടന്ന് വിരകുന്ന ഒത്തിരി പാസ്റ്റർമാരുണ്ട്. അവരെല്ലാം ഇത് ചെയ്യുന്നവരാണ്. ഇത് ആത്മീക ശുശ്രൂഷ അല്ലവേ അല്ല. കർത്താവും അപ്പോസ്തലന്മാരും ഇത് ചെയ്തില്ല. അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നിങ്ങൾക്ക് സഭയ്ക്ക് തരാൻ പോണെന്ന് പറഞ്ഞില്ല. ഭൗതിക അനുഗ്രഹങ്ങൾ സഭയ്ക്ക് തരാൻ പോണെന്ന് പറഞ്ഞില്ല. ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. അതൊട്ട് ആർക്കും വേണ്ട. എല്ലാത്തിനും ഭൗതികത്തിൻ്റെ പുറകെ ഓടിക്കുക. കഷ്ടത മാറ്റി, കടം മാറ്റി, പിന്നെന്താ, വീട് വെച്ച്, കാറ് മേടിച്ച്, അങ്ങനെ ഭൗതിക അനുഗ്രഹങ്ങളിലേക്ക് അവരെ നടത്തി, തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് നടത്തി
അതിൻ്റെ അംശം പറ്റുന്ന ന്യൂ ജനറേഷൻ പാസ്റ്റർമാരുടെ ശുശ്രൂഷകൾ ആത്മീകമല്ല, ദൈവികമല്ല, അത് സാധാന്യമാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. എൻ്റെ ഈ വചനം കേൾക്കുന്ന നിങ്ങളിത് മറ്റുള്ളവരോട് പറയുക, ദൈവത്തെ ഓർത്ത് ഇത് പറയുക. എനിക്ക് വലിയ വേദനയുണ്ട്, വേദന ഹൃദയത്തിൽ വേദന. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. I have experienced 50 years in Pentecost. 50 വർഷമായി ഒരു പെന്തക്കോസ്തുകാരനായി ഞാൻ ജീവിക്കുക. പെന്തക്കോസ്ത് അനുഭവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ പെന്തക്കോസ്തുകാരല്ല, കാരമില്ലാത്ത ഉപ്പ് പോലത്തെ ഇന്നത്തെ പെന്തക്കോസ്തുകാർ. എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ പറയുന്നത്. ഒട്ടനവധി പേര് ദൈവകൃപയുള്ളവരും ആത്മീയമായി ഉണർത്തപ്പെട്ടവരും ശക്തന്മാരും ഉണ്ട്. ഈ സംഘടനയിൽ കിടന്നവർ നശിച്ചു പോവുക, അവർ പുറത്തേക്ക് ഇറങ്ങണം. ഈ സംഘടനകളായി അതപ്പതിച്ചു ഇന്നത്തെ ചർച്ചകൾ. വീടുകളിൽ കൂടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്ത് പോകത്തില്ലേ? ആര് പറഞ്ഞു പോകത്തില്ലെന്ന്? പ്രവൃത്തി പുസ്തകത്തിലെ ഒത്തിരി ഹൗസ് ചർച്ചകളുണ്ടല്ലോ. അതിലൊന്നാണ് ഞങ്ങൾ. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിച്ച് ആവോളം ദൈവകൃപ പ്രാപിച്ച് ദൈവശക്തി പ്രാപിച്ച് കർത്താവിൻ്റെ വേണ്ടി പോകാൻ ഒരുങ്ങുന്നവർ ഞങ്ങൾ. ഇന്നത്തെ ഈ നാമധേയ പെന്തക്കോസ്തുകാരെല്ലാം, ആ പെന്തക്കോസ്ത് സംഭവങ്ങളെല്ലാം നാമധേയ ചർച്ചകളായി മാറി. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എത്ര സഭയുണ്ട്? അത് ഇഷ്ടംപോലെ ഉണ്ട് സഭകൾ. കണ്ടെയ്നർ കിടക്കുന്ന സഭയുണ്ട്. കത്തോലിക്കയുണ്ട്, മാർത്തോമയുണ്ട്, യാക്കോബയുണ്ട്, പിന്നെ പെന്തക്കോസ്തുണ്ട്, IPC ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, ഷാലോനുണ്ട്. അങ്ങനെ പോകുന്നു സഭകളുടെ എണ്ണങ്ങൾ. എന്നാൽ പ്രവൃത്തി പുസ്തകം ഞാൻ പഠിച്ചു വന്നപ്പോൾ പത്രോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ പത്രോസ് 11 എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ 3000 പേര് രക്ഷിക്കപ്പെട്ടു. അവർ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കാനായിട്ടിടയായി. അതും ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായ ജനമാണെന്ന് ഓർത്തോണം അവരെല്ലാം. എന്നാൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചപ്പോൾ അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ സഭയെപ്പടിയും പാതാള ഗോപുരത്തിനെ ജയിക്കുകയില്ല. അതാ സഭ. സഭ കർത്താവിൻ്റെതാ. സഭ ഇവിടെ ആരുടെ അല്ല. ഇന്നിപ്പോൾ ഇവർ കൂട്ടി വെച്ചേക്കുന്നതൊക്കെ അവർക്ക് മേലാളന്മാരായിട്ട് അധികാരം ചെലുത്തി സുഖലോലുപന്മാരായിട്ട് സൂഹിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. കർത്താവ് വന്നപ്പോൾ ഭൂമിയിലുള്ളൊരു സഭ ഏതായിരുന്നു? യഹൂദന്മാരുടെ സഭ. അതിന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടസഭ. പഴയ നിയമസഭയെ കുറിച്ച് പറയുന്നത് ദുഷ്ടസഭ എന്നാ. ആരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതുവരെ? ഈ ദുഷ്ടസഭ എത്രത്തോളം എന്നോട് പിറുപിറുക്കും. മനസ്സിലായില്ലേ? നമ്മളിത് മനസ്സിലാകാതെ പോകരുത്. ന്യായാധിപന്മാരുടെ പുസ്തകമല്ല, സംഖ്യാപുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. 25-ാം വാക്യം അതേ അധ്യായത്തിൻ്റെ സംഖ്യാപുസ്തകം 14-ന്റെ 35. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. അവർ മരുഭൂമിയിൽ ഒടുങ്ങും, അവിടെ അവർ മരിക്കും എന്ന് യഹോവയായ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. യുവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞേ? ചുമ്മാ പറഞ്ഞാണോ? വെറുതെ പറഞ്ഞാണോ ഞാനിത്? സ്തോത്രം. അതുകൊണ്ട് ഞാനൊരു കാര്യം തെളിയിച്ചു പറയുന്നു. സഭകൾ ആയിരക്കണക്കിന് ഭൂമിയിലുണ്ടെങ്കിലും കർത്താവിൻ്റെ സഭ ദൈവവചനം വെളിപ്പെടുത്തുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് കളഞ്ഞിരിക്കുക. അത് സാത്താൻ ചെയ്ത പ്രവൃത്തിയാണ്. അത് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർപ്പം ഹവ്വായ ഉപായത്തെ ചലിച്ചപ്പോൾ സഭകളെ ചലിച്ചിട്ടിരിക്കുക. ഉപദേശമില്ലാതെ നമുക്ക് നന്നാവാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ കേട്ടുവരുന്ന ഒരു അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം.
നിയമം പാലിക്കേണ്ടവർ നിയമലംഘനം നടത്തുക. പോലീസുകാർ അവരുടെ കൈ കിട്ടുന്ന ആൾക്കാരെ തല്ലിച്ചതയ്ക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ കോടതി? ഒരു ചെറിയ ചിന്ത, എന്തിനാ കോടതി? അവരെ വിസ്തരിച്ച് ശിക്ഷിക്കാനായിട്ട് കോടതി, പിന്നെ എന്തിനാണ് കോടതി പിരിച്ചുവിടട്ടെന്ന്? വക്കീലന്മാരും ജഡ്ജിമാരൊക്കെ പോയി വീട്ടിയിരിക്കട്ടെ, ഇവരങ്ങ് ചെയ്യട്ടെ. അപ്പോൾ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിയമലംഘനം നടത്തുന്നത്. അതുപോലെ പുതിയ നിയമസഭയുടെ പ്രമാണം സത്യവേദ പുസ്തകത്തിൽ പിതാവാം ദൈവം യേശു പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രം പ്രാപിച്ച് ആ വചനത്തെ അപ്പോസ്തലന്മാർ കൊടുത്തു, അപ്പോസ്തലന്മാർ അത് ഉപദേശിച്ചു. ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോസ്തലന്മാർ അത് കേട്ടത് ചെയ്തു. അവരുടെ ഫോളോവേഴ്സാണ് നമ്മൾ. ഇതിപ്പോൾ സിനിമാടന്മാരുടെ ഫോളോവേഴ്സാണ് ലോക ജനത. മമ്മൂട്ടിയുടെ ഫോളോവേഴ്സ് ഉണ്ട്, മർക്കോസിൻ്റെ ഉണ്ട്, മോഹൻലാലിൻ്റെ ഉണ്ട്, യേശുദാസിൻ്റെ ഉണ്ട്. ഒത്തിരി പേരിങ്ങനെ ലോകത്തുള്ള ഗായകന്മാരുടെയും സിനിമാ നടന്മാരുടെയൊക്കെ ഫോളോവേഴ്സാണ്. ലോക ജനത അങ്ങനെ പൊക്കോട്ടെ. റോമാലേഖനം 1-ാം അധ്യായം ആ പഠനം നമുക്ക് തരുന്നുണ്ട്. സംശയമുള്ളവർ 1:18 മുതൽ 32 എടുത്ത് വായിച്ച് പഠിച്ചാൽ ലോക മനുഷ്യൻ്റെ ചിത്രം അവിടെ കിട്ടും. ഒരു പലരെ അനുകരിക്കുക, പലരുടെ ഫാനാണ്, ആയിക്കോട്ടെ. നമ്മൾ ആരെ അനുകരിക്കണം? പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. നമ്മൾ അനുകരിക്കേണ്ടത് ആരെയാ? ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മുടെ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു കർത്താവ്. ഒരു കർത്താവെന്നല്ല, കർത്താവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലെ മോശയുടെ യേശുന്മാരെ അല്ല. ഇന്നിപ്പോൾ ആ നിലയിൽ സഭ പോയി. എം ജോസഫ് IPCയിലെ കരുത്തനായ പാസ്റ്റർ പറഞ്ഞു, സങ്കീർത്തന പുസ്തകങ്ങൾ, പഴയ പുസ്തകങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. അവരത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്തിനാന്നേ പുതിയ നിയമം? എൻ്റെ പൊന്നെ, അത് നിഴലായിട്ടും പുതിയ നിയമം പൊരുളായിട്ട് പ്രസംഗിക്കും. പല പാസ്റ്റർമാരുടെ സ്നേഹിതന്മാർ പലരും പ്രസംഗിക്കുന്നുണ്ട്. മണ്ണയിട്ട് വെച്ച പൊൻപാത്രം, മേശവിളക്ക്, കവരവിളക്ക്, പിന്നെ എന്ന് വേണ്ട സമാഗമന കൂടാരത്തിലെ ഓരോ ടൂൾസും ഓരോ ഉപകരണങ്ങളും അത് ക്രിസ്തുവിന് നിഴലാണെന്ന് പ്രസംഗിച്ച് ക്രിസ്തുവിനെ സ്ഥാപിക്കുന്ന പ്രാസംഗികന്മാരുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് ആ പ്രസംഗം കേൾക്കാൻ വലിയ ഇഷ്ടം, ഞാനത് കേൾക്കുന്നുണ്ട്. എന്നാൽ അതിൽ മാത്രം കിടന്നാലോ? അത് വേറൊരു ജനതയ്ക്ക് കൊടുത്ത പ്രമാണമല്ലേ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി നിങ്ങളിൽ വസിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞതോ? ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ്റെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കി കൊള്ളുവിനെന്ന് പൗലോസ് പറഞ്ഞതോ? അതെന്തിനാണ്? ഞാനിത് പറഞ്ഞു വന്നത് പ്രധാന കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ പെറുപിറുത്തു, അവർ വചനത്തോട് മറുതലിച്ചു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത പ്രമാണങ്ങളെ അവർ പുറങ്കാല് കൊണ്ട് തട്ടിക്കളഞ്ഞു. മൊസൈക്കിലോ മോശയുടെ പ്രമാണത്തെ അവർ തട്ടിക്കളഞ്ഞു. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ല. യേശു കർത്താവ് ഉള്ള പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നവരല്ല, അത് പുറങ്കാലം കൊണ്ട് തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ പുതിയ നിയമസഭ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിപ്പീൻ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയുടെ അതിശ്രേഷ്ഠനായ അപ്പോസ്തലൻ കാതലായ ഉപദേശം നമുക്ക് തന്നിട്ട് ഗലാത്യർ 6:2 നമുക്ക് വേണ്ടത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും പ്രിയ സഹോദരി സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, പഴയ നിയമം വായിക്കേണ്ടെന്നോ പഠിക്കേണ്ടെന്നോ ഒന്നും ഞാൻ പരാമർശപ്പെടുന്നില്ല. പക്ഷെ ആ പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറി പുതിയ നിയമം വായിച്ച് പഠിച്ച് അനുസരിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കണി കാണാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്തു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുമോ? ഗലാത്യർ 6:2 പഴയ നിയമത്തിൽ എടുത്ത് പറയുന്നുണ്ടോ? സ്വർഗരാജ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ആരാ? ആദ്യം വെളിപ്പെടുത്തിയത് യോഹന്നാൻ സ്നാപകനാ. അത് കഴിഞ്ഞ് പിന്നെ കർത്താവാ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോസ്തലന്മാരാ. കർത്താവ് പറഞ്ഞതാണല്ലോ അപ്പോസ്തലന്മാരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്.
അപ്പൊ സ്വർഗരാജ്യത്തേക്കുള്ള വെളിപ്പാട് ആദ്യം തരുന്നത് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ അപ്പോസ്തലനല്ല കേട്ടോ, ഞാനത് പറഞ്ഞെങ്കിൽ സോറി. യോഹന്നാൻ സ്നാപകനാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ആദ്യമായ അറിവ് ലോകത്തിന് കൊടുക്കുന്നത്. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, 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 സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവരാജ്യം, സ്വർഗരാജ്യം, ഇതിന് രണ്ടും രണ്ടാണെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ഇതിൽ രണ്ടും ഒന്നാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ തർക്കത്തിനും വാദത്തിനൊന്നുമില്ല. ദൈവരാജ്യം സ്വർഗരാജ്യമൊക്കെ നമുക്ക് ഒന്നായിട്ട് തന്നെ പഠിപ്പിക്കാം. ചില ദേവദാസന്മാർ പറയുന്നത് ദൈവരാജ്യം എന്നുള്ളത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുന്നു. സ്വർഗരാജ്യം എന്നുള്ളത് സ്വർഗത്തിൽ നമ്മൾ ജീവിക്കുന്ന 1000 ആണ്ട് വാഴ്ച ഭൂമിയിലാണല്ലോ, സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ആയിക്കോട്ടെ, സ്വർഗരാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവന് 1000 ആണ്ട് വാഴ്ചയിൽ സീറ്റുണ്ട്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുക. കിടന്ന് തർക്കിക്കാനും വാദിക്കാനൊന്നും ഞാനില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ, കർത്താവായ യേശു ക്രിസ്തു, പിന്നെ അപ്പോസ്തലന്മാർ, ഇവരാണ് പഠിപ്പിച്ചേക്കുന്നത്. മോശയുടെ അജണ്ടയിൽ ആ സംഭവം ഇല്ല. അവർ പാപം ചെയ്തുകൊണ്ടിരിക്കുക, പാപത്തിനേറ്റ് ന്യായപ്രമാണം അനുശാസിക്കുന്ന യാഗം കഴിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ ന്യായപ്രമാണം ഇടയായി തീർന്നു എന്നാണ് ഗലാത്യ ലേഖനം പഠിപ്പിക്കുന്നത്. ഒരു ശിശുപാലകനായി ന്യായപ്രമാണത്തെ അവർ പഠിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പം അത് പഠിക്കരുതെന്നോ പഠിപ്പിക്കരുതെന്നോ ഞാൻ പറയുന്നില്ല. അതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഒത്തിരി ഗുണപാഠങ്ങളുണ്ട്. അത് പറയണം, ബുദ്ധിപദേശമായിട്ട് പറയണം. ആ ജനതയ്ക്ക് സംബന്ധിച്ച ദുരന്തം, ആ ജനതയ്ക്ക് സംഭവിച്ച പരാജയം, മിസ്രൈമെന്ന് പാട്ടും പാടി മ്യൂസിക് നൈറ്റ് നടത്തി പുറപ്പെട്ട ആ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ചത്തൊടുങ്ങാനുള്ള കാരണം അവർക്ക് കൊടുത്ത പ്രമാണം അവരനുസരിച്ചില്ലെന്നുള്ളത്. അതുപോലെ തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. പൗലോസിന്റെ പ്രയോഗം, യാക്കോബിന്റെ പ്രയോഗം കേൾക്കണോ? സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. ഇനി വേറൊരു പദം കൂടിയുണ്ട് യാക്കോബ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, രാജകീയ ന്യായപ്രമാണം നിവർത്തിക്കുന്നുവെങ്കിൽ നന്ദി. യാക്കോബിന്റെ ഒരു പ്രയോഗം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തിപത്യോപദേശം, അത് പുതിയ നിയമത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിന് നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. മനസ്സിലായി? ഇതൊക്കെ വിലപ്പെട്ട അനുഭവങ്ങളാണ്, വാക്യങ്ങളാണ്, വിഷയങ്ങളാണ്. ഇത് പുതിയ നിയമത്തിൽ നമ്മൾ ചകഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായി സങ്കീർത്തനവും വായിച്ച് പാട്ടും പാടി നടന്നവനാണ് ഞാൻ. ഒരു ഗുണമുണ്ടായില്ല ആത്മീയമായിട്ട്. പുതിയ നിയമത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഉള്ളത്തിൽ കയറിയപ്പോഴാണ് സ്വർഗത്ത് പോകാൻ പ്രത്യാശ വന്നത്. മനസ്സിലായി? ശക്തിമാന്മാരുടെ അപ്പമാണ് ഈ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. സ്വർഗീയ ധാന്യം, ശക്തിമാന്മാരുടെ അപ്പം, അതവർ തിന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ മന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം, മന്ന ഞാനാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എത്ര മനോഹരമായ നിലയിൽ അത് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന വചനങ്ങളെ നമ്മൾ പഠിക്കുക. കർത്താവ് പറയുന്ന വചനം കർത്താവിൻ്റെ വചനമല്ലത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാനത് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില വചനങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ കാതലായ വിഷയങ്ങൾ, ഇതൊന്നും വേണ്ട രീതിയിൽ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് പിന്നെയും എടുത്ത് പറയുന്നത്. സ്തോത്രം. കർത്താവ് തരുന്ന വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ തെറ്റിപ്പോവും. സ്തോത്രം. എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനെ ഞാൻ ന്യായം വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്.
എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. കണ്ടോ, ഇതൊക്കെ വലിയ മാർമിക വിഷയങ്ങളാണ്. കർത്താവ് സ്വയമായിട്ടൊന്നും പറഞ്ഞില്ല. ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഇഷ്ടം പോലെ പറയാനായിട്ട് തിയോളജിയന്മാർ പ്രസംഗിച്ച് വെച്ച കുറേ ചപ്പും ചവറും ഒക്കെ ഉണ്ട്. അതവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രസംഗം എടുത്ത് നമ്മൾ അനാലൈസ് ചെയ്ത് പഠിച്ചാൽ അതിൽ വചനങ്ങളൊന്നുമില്ല, നമുക്ക് പ്രയോജനമുള്ളതൊന്നുമില്ല. പൗലോസ് പറഞ്ഞ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ മുഴുവനും നിങ്ങളെ അറിയിച്ചു തന്നിരിക്കുന്നു. എവിടെ പ്രയോജനമുള്ളത് പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കുക. റിയൽ എസ്റ്റേറ്റ് തരുന്ന പുതിയ നിയമസഭയ്ക്ക് എന്ത് പ്രയോജനം? ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയല്ലേ ചെയ്ത്. കർത്താവ് പറഞ്ഞ് വിറ്റ് തരത്തിൽ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാനായിട്ടൊരു ചെറുപ്പക്കാരുള്ളൂ. അവൻ ദുഃഖിച്ചു പോയി. കാരണം നിന്റെ നിക്ഷേപത്തിന്റെ ഹൃദയം ഇരിക്കാത്ത വിഷയം. ഇന്ന് പല വിശ്വാസികളെയും സമ്പത്ത് കാർന്നു തിന്നിരിക്കുക. മാരക രോഗം പോലെ അവരെ പിടിച്ചിരിക്കാതെ. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബയോഡേറ്റ നിങ്ങൾ പഠിക്കുക സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കേ. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് അതിലേക്ക് വരാം. ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംസാരിക്കുന്നു. അത് 12 യോഹന്നാൻ 12:49-50 വാക്യങ്ങളാണ്. ഇനി 14 അധ്യായത്തിലേക്ക് വരാം. 1-2 വാക്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഞാൻ 14-24 വായിക്കുന്നു, ശ്രദ്ധിക്കണേ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. എത്ര മനോഹരമായിട്ട് എഴുതി വച്ചേക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, 14:10 യോഹന്നാന്റെ സുവിശേഷം 14:10 വാക്യം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളുടെ പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. സ്തോത്രം. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. അത് വേറെ സബ്ജക്റ്റിലേക്ക് പോവാം. അപ്പൊ കർത്താവിൻ്റെ വചനങ്ങൾ മുഴുവൻ പിതാവിൻ്റെതാണ്, യഹോവയായ ദൈവത്തിൻ്റെതാണെന്ന് പഠിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ വചനമാണെന്ന് പഠിക്കാം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടന്മാരും കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുക. സൂക്ഷിച്ചോ, ബി കെയർഫുൾ. നിങ്ങളുടെ നിത്യത നഷ്ടമാകും. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പഠിപ്പിക്കലാണ് വ്യക്തം, കൃത്യം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നമ്മൾ സുവിശേഷം അറിയിച്ചാലും ശപിക്കപ്പെട്ടവൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എല്ലാവരും വായിച്ച് പഠിച്ചോണം. കർത്താവ് ഈ വചനം ആർക്ക് കൊടുത്തു? അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ചു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഞാൻ വായിച്ച് പഠിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വായിച്ച് പഠിച്ചപ്പോൾ ഒന്നുമല്ല, ഒരു വിലപ്പെട്ട ദൈവവൃത്യൻ, ഒരു ഗുരു, ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള ഒരു ദിവസം പഠിപ്പിച്ചപ്പോൾ നമുക്കെന്തോ അറിയാം, പറയാൻ. വല്ലയിടത്തും വല്ലവരും കേട്ട് പറയുന്നതുകൊണ്ട് എന്ത് ഗുണം? ഞങ്ങളെ ഈ വചനത്തിലൂടെ പഠിപ്പിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ച പഠനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ല വല്ലയിടത്തും വല്ലവരും പറയുന്ന തേമ്പിയത് എന്നല്ല ഇവിടെ പറയുന്നത്. ഇത് പ്രസംഗിക്കാൻ പാസ്റ്റർമാർക്ക് വിഷയമില്ല. അതുകൊണ്ട് ചപ്പൻ ചോറും പറഞ്ഞുകൊണ്ടിരിക്കുക. ജനം നശിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഈ 10-40 പ്രാവശ്യം, 35-ൽ പരം 40-ൽ പരം പ്രാവശ്യം ഈ 17-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്ന പദങ്ങളുണ്ട്. അവർ, അവരെ, അവരിൽ, അവരും, അവരുടെ, അവർക്ക്. എടുത്ത് വായിച്ചോ.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് 40 പ്രാവശ്യം അവരുടെ പ്രാധാന്യത കാണിക്കുന്നത്. ചില പദങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തോ പ്രാധാന്യതയുണ്ട്. കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ, അപ്പൊല്ലോസ് ഒരു അപ്പോസ്തലനാണ്, തിമോഥെയോസ് അപ്പോസ്തലനാണ്, ഫിലോമോൻ അപ്പോസ്തലനാണ്, ബർന്നബാസ് അപ്പോസ്തലനാണ്. അതൊക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട്, അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരായിട്ടുള്ള അപ്പോസ്തലന്മാരാണ്. അവർക്ക് വചനം എഴുതാനായിട്ടുള്ള റൈറ്റ് ഇല്ല. റൈറ്റ് കൂടെ നടന്നവർക്കാ. അത് തെളിയിച്ചു തരട്ടെ? അത് തെളിയിച്ച് ഞാനങ്ങ് നിർത്താം. യോഹന്നാന്റെ 1-ാം ലേഖനം. ആദ്യം മുതൽ ഞങ്ങൾ കണ്ടതും സ്വന്തം കണ്ടുകൊണ്ട്, ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് നിത്യജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാനുള്ളത് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. എന്നിട്ട് 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതുന്നു. പിതാവും പുത്രനുമായിട്ടുള്ളൊരു കൂട്ടായ്മ നമുക്ക് വേണ്ടത്. അപ്പോസ്തലന്മാർക്ക് അതാ ഉണ്ടായിരുന്നത്. അവർ കണ്ടത് കേട്ടത് തൊട്ടത് നോക്കിയത് മുഴുവൻ അവരെ സ്വോത്രം സുവിശേഷത്തിലൂടെ ലേഖനങ്ങളിലൂടെ എഴുതി തന്നിട്ടുണ്ട്. ലേഖനങ്ങളിൽ, പ്രവൃത്തി പുസ്തകത്തിലും ലേഖനത്തിലും ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളും. 2 Thessalonians 2:15. അവർ വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകവും ലേഖനത്തിലൂടെ തന്നത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം കൂടി നമുക്ക് പഠിക്കാം. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ കാണുന്നതായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ വാക്യം പഠിച്ചോണം. ഞങ്ങൾ വാക്കിനാൽ തന്നത് പ്രവൃത്തി ലേഖനങ്ങളിലൂടെ തന്നു, റോമാലേഖനം മുതൽ. അത് നമ്മൾ വായിച്ച് പഠിച്ച് അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടമാകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പറയുന്നേ, നീണ്ട 25 വർഷം ഒരു ബന്ധക്കോസുകാരനായിട്ട് നടന്നിട്ട് ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ല. റവറന്റുമാരും പാസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ വചനം പഠിപ്പിച്ചു. പക്ഷെ അവർക്കൊന്നും ഈ വചന വെളിപ്പാട് കിട്ടിയില്ല. എല്ലാ വചന വെളിപ്പാടും എല്ലാവർക്കും കിട്ടത്തില്ല. അല്ലല്ലേ, മോശയ്ക്ക് കിട്ടിയ വചനപ്പെടാൻ മോശ കൂടെ ആണെന്നവർ കിട്ടിയോ? മോശ വിമർശിക്കുകയല്ലേ? അതുപോലെ പൗലൂസിനും കിട്ടിയ വെളിപ്പാടുകളൊക്കെ അത് തെറ്റാണെന്ന് വിമർശിക്കുന്നവർ ലേഖനങ്ങളിലൂടെ പൗലൂസിന്റെ പരാമർശങ്ങൾ നമ്മൾ പഠിക്കുക. സസൂക്ഷ്മം വേദപുസ്തകം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ഞാനീ പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ആരും നമ്മളെ തെറ്റിക്കരുത്. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ, കർത്താവേ നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമുണ്ട്. ആദ്യം കർത്താവ് പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അനേക യദുക്രിസ്തുക്കൾ എഴുന്നേറ്റ് തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നു. സ്തോത്രം. കുഞ്ഞുങ്ങളെ, അന്ത്യനാഴികയാകുന്നു യദുക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക യദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവരെവിടെ നിന്ന് പുറപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്? അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നു എങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമല്ലോ. മനസ്സിലായില്ലേ? നല്ല നല്ല ദൈവഭൃത്യന്മാരുടെ കൂടെ നിന്നവരൊക്കെ തെന്നി മാറി കാശുണ്ടാക്കാൻ വേണ്ടി പുതിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങി. അതിന് ഓരോ പേരിട്ട്, ഓരോ പേര്. ബ്ലെസ്സിങ് ടുഡേ, രഹബോത്ത് വർഷിപ്പ് സെന്റർ, പിന്നെ ജീവമന്ന. ചർച്ചകളുടെ പേര് കേട്ടിട്ട് അന്തം വിട്ടു പോവാം. എന്തോരം പേരുകളിലാണ് ഓരോ സഭകൾ അറിയപ്പെടുന്നത്. ഇതൊന്നും കർത്താവിൻ്റെ സഭയല്ല എൻ്റെ പൊന്നു ദൈവമക്കളെ. കർത്താവിൻ്റെ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രവൃത്തി 2-ന്റെ വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരെ സഭ, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ. ഈ മെസ്സേജ് മറന്നു പോകരുത് നിങ്ങൾ. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ. 25 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ബോധോദയം ഉണ്ടായത്. ഒരു ദൈവമനുഷ്യൻ, ഈസ് എ മാൻ ഓഫ് ഗോഡ്, ഫാസ്റ്റർ C.C. ജോർജ് ചവണിക്കാമണ്ണിൽ ദൈവം മരിച്ചു. അത് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് സഭകളോടൊന്നും എതിർപ്പില്ല. ഏതെങ്കിലും പേരിൽ നിന്നൊന്നും ചോദിച്ചാൽ നിന്ന് കുഴപ്പമില്ല. പക്ഷേ ഈ ഉപദേശം പഠിപ്പിക്കുന്നുണ്ടോ? എവിടെ? അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കുന്ന സഭകൾ എവിടെയാ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. ഞാൻ പല സഹോദരന്മാരും ചോദിച്ചു, നമുക്ക് അവിടെ പോയത് കൂട്ടായ്മയായിരിക്കാം. അപ്പോസ്തലന്മാരുടെ ഉപദേശമല്ലേ പഠിപ്പിക്കുന്നത്?
അല്ലെന്നേ. സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത പാസ്റ്റർമാരാണ് നമ്മുടെ ഇടയിലുള്ളത്. അതാ പി എൻ ജോസഫ് പറഞ്ഞത്, സങ്കീർത്തന പുസ്തകം ഇല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല, അവരത് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ എന്തിനാണ് പുതിയ നിയമം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിച്ചിട്ടിരിക്കുക സഭകളെ. ഇത് ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുക, ചതിച്ചിട്ടിരിക്കുക, ചതിയേറ്റിരിക്കുക. കം ബാക്ക് അപ്പോസ്റ്റൽ ഡോക്ട്രിനിലേക്ക്, ഉപദേശത്തിലേക്ക് മടങ്ങുക. സഭ മടങ്ങുക. സഭയ്ക്കൊരു പ്രമാണമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രമാണം എഴുതി വെച്ചിട്ടുണ്ട്. അത് തെറ്റിച്ചാണ് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ നിയമപാലകരെല്ലാം പോകുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി തന്നെ നിയമം തെറ്റിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആരാ നിയമം പാലിക്കാനായിട്ട് ഇടയാകുന്നു? ആഭ്യന്തര വകുപ്പ് തകർന്ന് തരിപ്പണമായി കിടക്കുക. നിങ്ങൾ ഈ കേരളത്തിലെ ഭരണം എടുത്ത് നോക്കൂ, ഞാനത് വിമർശിക്കുകയല്ല. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും കൈക്കൂലിയും കൊള്ളയും കൊള്ളിവയ്പും നടന്നുകൊണ്ടിരിക്കുക. എല്ലാ രാഷ്ട്രീയക്കാരും തുറന്നു പറയുന്ന കാര്യമായത്. നിയമപാലകന്മാർ ജനത്തെ ചവിട്ടിക്കൂട്ടുക. നമ്മളിതിപ്പോ കേരളത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്ര പോലീസുമാരുടെ തൊപ്പി തെറിക്കും? തൊപ്പി തെറിപ്പിച്ച് കളയണം. അങ്ങനെയുള്ളൊരു സർവീസിൽ നിന്ന് കളഞ്ഞേക്കണം. ഒരു വീട്ടിൽ നിന്ന് ചൊറി കുത്തിയിരുന്നോട്ടെ, അപ്പം മറ്റുള്ളവർക്കൊരു പാഠമാകും. അത് ദൈവജനത്തിലുണ്ടത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വാക്കുകളെ ചുരുക്കുന്നു. ഇത് പറയാനുണ്ടായ കാരണം അത് ഞാൻ പറയാം. ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ അണിചേരുന്നു. നാറ്റോ റഷ്യ നേർക്കുനേർ. പുതിയ യുദ്ധമുഖം തുറക്കാൻ ചൈന. ലോകമിനി കാണാൻ പോകുന്നത് വലിയ അനിഷ്ട സംഭവങ്ങളായിരിക്കും. മഹായുദ്ധങ്ങൾ കടന്നു വരും. വലിയ അക്രമങ്ങൾ നമ്മളിനി കാണാൻ പോകുക. വലിയ മാരകമായ രോഗങ്ങൾ ലോകത്തിലേക്ക് കടന്നു വരും. സ്തോത്രം. 3 കാര്യങ്ങൾ: അക്രമങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, എന്താ, മഹാരോഗങ്ങൾ. 3ആയിട്ട് നമ്മളങ്ങോട്ട് തിരിച്ചങ്ങ് പഠിക്കുക. ഇതെല്ലാം കടന്നു വരും. കർത്താവിൻ്റെ വരവിന് മുൻപ് ഇതൊക്കെ നമ്മളൊരു പക്ഷേ ഈ മേഖലകളിലൂടെയെല്ലാം കടന്നു പോകും. വിശ്വാസം ത്യജിക്കാതെ പിടിച്ചു നിന്ന് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സൂക്ഷിച്ച്, ഗലീലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങൾ വിട്ട് സ്വകാരോപണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ, ഉണർന്നിരിക്കാൻ, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ ഈ എളിയ സന്ദേശം ദൈവമക്കൾക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളോട് നിങ്ങളെ ഉണർത്തട്ടെ. ആമേൻ, 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 ആമേൻ.